സുപ്രഭാതം. ആറാമത്തെ ഋക്കിലേക്ക് പ്രവേശിക്കാം. സഭാമേതി കിതവ പൃച്ഛമാനോ ജേഷ്യാമീതി തന്നവാ ശുശുജാന അക്ഷാസോ അസ്യ വിതിരന്തി കാമം പ്രതിദീവ്നേ ദധത ആകൃതാനി. ഇതാണ് ആറാമത്തെ ഋക്ക്. പദച്ഛേദം നോക്കാം. സഭാം ഏതി കിതവ പൃച്ഛമാന ജേഷ്യാമി ഇതി തന്വാ ശുശുജാന അക്ഷാസ അസ്യ വിതിരന്തി കാമം പ്രതിദീവ്നേ ദധത ആകൃതാനി. പദച്ഛേദം വളരെ ബുദ്ധിമുട്ടുള്ളതല്ല, വേഗം മനസ്സിലാവണതാണ്. സഭാം ഏതി കിതവ പൃച്ഛമാന ജേഷ്യാമി ഇതി തന്വാ ശുശുജാന അക്ഷാസ അസ്യ വിതിരന്തി കാമം പ്രതിദീവ്നേ ദധത ആകൃതാനി. ഇനി എങ്ങനെയാണ് അന്വയം വരണത് എന്ന് നോക്കാം. ഇതില് വി എന്ന് എഴുതിയിട്ടുള്ള വാക്കുകളാണ് ടെക്സ്റ്റിലെ അല്ലെങ്കിൽ വേദത്തിലെ വാക്കുകൾ എന്ന് മനസ്സിലാക്കുക. തന്വാ ശുശുജാന കിതവ ജേഷ്യാമീതി പൃച്ഛമാന സഭാം ഏതി പ്രതിദീവ്നേ കൃതാനി ആദധത അസ്യ കാമം അക്ഷാസ വിതിരന്തി. ഇങ്ങനെയാണ് അന്വയം വരിക. അപ്പോ തന്വാ ശുശുജാന കിതവ. കിതവ എന്നതിന്റെ വിശേഷണാണ് തന്വാ ശുശുജാന എന്നത്. ജേഷ്യാമീതി പൃച്ഛമാന, അതും കിതവന്റെ വിശേഷണം തന്നെയാണ്, എങ്കിലും അത് വിശേഷ്യത്തിന് ശേഷമാണ് ഉപയോഗിക്കണം, അത്രേ ഉള്ളൂ. സഭാം ഏതി, അപ്പൊ ഏതി എന്നുള്ളത് ക്രിയാരൂപം. പ്രതിദീവ്നേ കൃതാനി ആദധത അസ്യ കാമം അക്ഷാസ വിതിരന്തി. അപ്പോ ഇവിടെ എങ്ങനെയാണ് അർത്ഥം? തന്വാ ശുശുജാന എന്നതും പൃച്ഛമാന എന്നതും കിതവന്റെ വിശേഷണങ്ങളാണല്ലോ. അപ്പോ ശുശുജാന എന്ന വാക്കിന്റെ അർത്ഥം മനസ്സിലായാൽ കുറച്ചും കൂടി മനസ്സിലാവും. ശോശുജാന, കണ്ടോ വ്യാഖ്യാനത്തിൽ കൊടുത്തിട്ടുള്ളത്, ദീപ്യമാന എന്നർത്ഥം. അപ്പോ തന്വാ ശുശുജാന എന്ന് പറഞ്ഞാല് ശരീരേണ ദീപ്യമാന കിതവ കോത്രാസ്തി ധനിക തം ജേഷ്യാമി. അപ്പൊ അതൊക്കെ നമ്മൾ കൂട്ടിച്ചേർക്കണം. ജേഷ്യാമി എന്ന് പറഞ്ഞാൽ ഞാൻ ജയിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് സഭയിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പൊ ശരീരേണ ദീപ്യമാന കിതവ കോത്രാസ്തി ധനിക തം ജേഷ്യാമീതി പൃച്ഛൻ കിതവ സംബന്ധിനീം സഭാം ഗച്ഛതി. തത്ര, അവിടെ ചെന്നിട്ടോ, പ്രതിദേവിത്രേ കിതവായ ദേവനോപയുക്താനി കർമാണി ജയാർത്ഥം ആഭിമുഖ്യേന മര്യാദയാ വാ ദധത അസ്യ കിതവസ്യ ഇച്ഛാം അക്ഷാ വർദ്ധയന്തി. അപ്പൊ പൂർവമന്ത്രത്തിന്റെ തുടർച്ചയാണ് ഈ മന്ത്രം. എല്ലാ മന്ത്രങ്ങളും അങ്ങനെയാണ്. പക്ഷെ പൂർവമന്ത്രത്തിൽ എന്താണ് പറഞ്ഞു നിർത്തിയത്? ഞാൻ സ്വയം വേണ്ട എന്ന് വെച്ചിട്ടും പ്രതികിതവന്മാര് ഈ ബഭ്രുവർണ്ണങ്ങളായ അക്ഷങ്ങളെ പലകമേലെറിയുമ്പോൾ അവയുണ്ടാക്കുന്ന ശബ്ദങ്ങൾ എനിക്ക് ഒട്ടും സഹനശക്തി ഇല്ലാതാക്കുന്നു. ഞാൻ ഒരു ജാരിണിയെ പോലെ സങ്കേതസ്ഥാനത്തിലേക്ക് പോകുന്നു എന്നാണ് പറഞ്ഞു വെച്ചത്.
അപ്പോ അങ്ങനെ പോകുന്ന ഞാൻ കിതവന്മാരുടെ സഭയിൽ ചെന്ന് വെല്ലുവിളിക്കുകയാണ്, എന്നെ ജയിക്കാൻ ആരുണ്ട് എന്നൊക്കെ. അപ്പൊ അവിടെ കാണുന്ന ചൂതിന്റെ കരുക്കൾ പിന്നെയും എന്നിലുള്ള മോഹത്തെ വർദ്ധിപ്പിക്കുന്നു. ഞാൻ അവരെ ജയിക്കാം എന്നൊക്കെ പറഞ്ഞ് ആ ദേവനത്തിന് വേണ്ട, ചൂതുകളിക്ക് വേണ്ട എല്ലാ പ്രാരംഭ പ്രക്രിയകളും ഒക്കെ ചെയ്ത് വളരെ കേമനായിട്ട് ചൂതുകളിയുടെ ആ സദസ്സിൽ പോയി ഇരിക്കുന്നു എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ നിയന്ത്രണം കിട്ടാതെ ഞാൻ വീണ്ടും ജയിക്കാനുള്ള മോഹം കൊണ്ട് കിതവസംബന്ധിനിയായ സഭയിൽ ചെന്ന് വെല്ലുവിളിക്കുന്നു എന്നാണ് ഈ 6ാമത്തെ ഋക്കിൽ സൂചിപ്പിക്കുന്നത്. ഞാൻ വ്യാഖ്യാനം ഒന്നും കൂടി പറയാം. ശരീരേണ ദീപ്യമാന കിതവ കോത്രാസ്തി ധനികസ്തം ജേഷ്യാമീതി പൃച്ഛൻ കിതവസംബന്ധിനീം സഭാം ഗച്ഛതി. തത്ര പ്രതിദേവിത്രേ കിതവായ കൃതാനി ദേവനോപയുക്താനി കർമാണി ജയാർത്ഥമാഭിമുഖ്യേന ദധത അസ്യ കിതവസ്യ ഇച്ഛാം അക്ഷാ വർദ്ധയന്തി എന്നതാണ് വ്യാഖ്യാനം. ഓക്കെ.